നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. അങ്ങനെ നാളത്തെ കഥയിൽ അലീന വിജയശ്രീ ലാളിതയായിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജീപ്പിലേക്ക് കയറുവാണ്. കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷം ഇറക്കിച്ചൊടുവില് SIക്ക് CIക്ക് നല്ല ഇടിവെട്ട് പണി തന്നെയാണ് കിട്ടിയത്. അവരൊരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല DYSP ആ സമയത്ത് അങ്ങോട്ടേക്ക് വരുമെന്നും തങ്ങളെ ചീത്ത പറയുന്നൊക്കെ. അലീനയ്ക്ക് സ്ട്രോങ് സപ്പോർട്ടാണെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി. കാര്യം പറഞ്ഞ ഒരു ഹൗസ് മെയ്ഡ് മാത്രമാണ് അലീന. പക്ഷേ എങ്കിൽ അതിലേക്കപ്പുറം കാരണം DYSPയെ വരെ സ്വാധീനിക്കാൻ കഴിവുള്ള ആരുണ്ടെന്ന് മനസ്സിലായി. ബാലേന്ദ്രൻ ഹോസ്പിറ്റലിലാണ്. ഏകദേശം അവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാം. പക്ഷേ ഇതെങ്ങനെ സംഭവിച്ചെന്ന് അവർക്ക് അറിയത്തുണ്ടായിരുന്നില്ല. പിന്നീട് ജീപ്പിലേക്ക് കയറിയാൽ CIയുടെ SIയുടെ മുഖവും തെളിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം അവരോട് കൊണ്ടുവിടാനായിട്ടായിരുന്നു പറഞ്ഞിരുന്നത്. അലീനയെ രൂക്ഷമായിട്ട് ഇടയ്ക്ക് തിരിഞ്ഞു നോക്കുന്നുണ്ടായിരുന്നു. അലീന മൈൻഡ് പോലും ചെയ്തില്ല. അലീനയുടെ ഉള്ളിൽ അവർ പറഞ്ഞു ഓരോ വാക്കുകളും ക്രൂരമ്പായിട്ട് ഇങ്ങനെ കിടക്കുവാണല്ലോ. ആ സമയം കടപ്പാട്ട് വീട്ടിൻ്റെ ഗേറ്റിൻ്റെ അടുത്തേക്ക് കുറേ ആൾക്കാർ വരുവാണ്. ആൾക്കാർ വന്നിട്ട് ചീത്തവിളിയും എന്ന് വേണ്ട കുറേ എന്തൊക്കെയോ വിളിച്ചു പറയുന്നുണ്ട്. അതുമാത്രമല്ല കല്ലും കമ്പുമൊക്കെ എടുത്ത് എറിയാണ്. തുറക്കടി, എന്തെടുത്തിരിക്കുക നീയൊക്കെ അകത്ത്, അവനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് കൃഷ്ണമോൾക്ക് ഭയങ്കര ടെൻഷനായി. കാരണം ഭവിത മുറിക്കകത്ത് തന്നെ കയറിയിരിക്കുക. മുറിക്കകത്തൊന്നും ഇറങ്ങിയിട്ട് പോലുമില്ല. പക്ഷേങ്കിൽ ഈ ഒച്ചപ്പാടും ബേളം കെട്ടിഞ്ഞപ്പോൾ കൃഷ്ണമോൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഒരു പക്ഷേങ്കിൽ ഇനിയിപ്പോൾ അവർ ഗേറ്റും തുറന്ന് ഇങ്ങോട്ടേക്കേനും വരുമോ എന്നൊരു ഭയമൊക്കെ കൃഷ്ണമോളുടെ മനസ്സിലുണ്ടായിരുന്നു. ആരെ വിളിക്കണം, എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. അലീന ചേച്ചി ഉണ്ടായിരുന്നെങ്കിൽ ഒരു ധൈര്യം ഉണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് അലീന ചേച്ചി ഒന്നും വന്നാൽ മതിയായിരുന്നു. സർവ്വദൈവങ്ങളെയും വിളിച്ചാണ് കൃഷ്ണമോളെ ഇരിക്കുന്നത്. എന്തായാലും കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ആരും തുറക്കുന്നില്ലെന്ന് കണ്ടപ്പം അവർക്ക് തോന്നി ഇവിടെ ആളില്ലാന്ന് തോന്നി. അങ്ങനെ എന്ത് ചെയ്തു, അവരങ്ങോട്ടേക്ക് പോവാണ്. അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ കൃഷ്ണമോൾക്കൊരു സമാധാനമായത്. അത്ര സമയം നല്ലൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നീട് കുറച്ച് സമയം കൂടെ കഴിഞ്ഞപ്പോഴത്തേനുമാണ് ഒരു ജീപ്പ് വന്ന് അവിടെ കിടന്ന് ഓണടിക്കുന്ന ശബ്ദം കേട്ടെ. കൃഷ്ണമോൾ ജനലിൽ കൂടെ നോക്കിക്കഴിഞ്ഞപ്പോൾ പോലീസ് ജീപ്പാന്ന് മനസ്സിലായി. അപ്പോഴാണ് കൃഷ്ണമോൾക്ക് ഒരു സമാധാനമായത്. ഒരു പക്ഷേ അലീന ചേച്ചിയെ കൊണ്ട് വന്നതാണോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. അങ്ങനെ കൃഷ്ണമോൾ പോയി ഗേറ്റ് തുറന്നു കൊടുക്കുന്ന അപ്പോഴാണ്. അത്രയും സമയം നെഞ്ചിനകത്തൊരു ഇടിപ്പായിരുന്നു. അലീനയും കൊണ്ടുള്ള ജീപ്പ് അങ്ങോട്ടേക്ക് കയറി. അങ്ങനെ അലീനെ ജീപ്പിൽ നിന്ന് ഇറങ്ങണം. നോയിക്കഴിഞ്ഞപ്പം മുറ്റത്തും മൊത്തം എല്ലാം നിരന്ന് കിടക്കുന്നു. കുറേ കമ്പും കോലും കാര്യങ്ങളും എല്ലാം ഉണ്ട്. CI SIയും കൂടെ അങ്ങോട്ട് ഇറങ്ങി. അവർ നോക്കി. അപ്പോഴേക്കും SI പറഞ്ഞു, സാറേ ഇത് നല്ലൊരു കാഴ്ചയാണല്ലോ പറഞ്ഞു. അപ്പോഴേക്കും CI പറഞ്ഞു, എങ്ങനെ ആവാതിരിക്കും, കാരണം പീഡനവീരൻ്റെ വീടല്ലേ, ആൾക്കാർ സമ്മാനിച്ചായിരിക്കും, നാട്ടുകാർ സമ്മാനിച്ചായിരിക്കും എന്ന് പറഞ്ഞു. അലീനയൊന്ന് നോക്കുകയാണ്. പിന്നീട് അലീനയോട് CI ശബ്ദം താഴ്ത്തി പറഞ്ഞു, നീ രക്ഷപ്പെട്ടെന്ന് കരുതണ്ടേ, എന്നാണെങ്കിൽ നിനക്ക് രക്ഷപ്പെടാൻ പറ്റത്തൊന്നുമില്ല, എപ്പോഴേലും എവിടെയെങ്കിലും വെച്ച് നിന്നെ ഞാൻ പൂട്ടുമെന്നൊക്കെ പറഞ്ഞു. ആ സമയം അലീന പറഞ്ഞു, സാറേ അങ്ങനെ എന്തായാലും ഒരു ചിന്താഗതി സാറിൻ്റെ മനസ്സിലുണ്ടെങ്കിൽ അത് കളഞ്ഞേരെ. സാറ് ഉദ്ദേശിച്ച പോലെ ഒരു പെൺകുട്ടിയല്ല ഞാൻ. പിന്നെ സാറ് പറഞ്ഞു ഓരോ വാക്കുകളും എൻ്റെ മനസ്സിലുണ്ട്. എന്തെങ്കിലും ഇവിടെ വെച്ച് നമുക്ക് വീണ്ടും കാണാം എന്ന് അലീന പറഞ്ഞു. അത്രയ്ക്ക് അയാൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും SI പറഞ്ഞു, നീ വലിയ ആളൊന്നും ആവണ്ട. DYSPയെ സ്വാധീനിച്ച് ഇപ്പം നിനക്ക് ഇറങ്ങാനായിട്ട് പറ്റി. പക്ഷേ അധികം നാളൊന്നും നിനക്ക് ഇവിടെ വിലസാൻ പറ്റില്ലടി. എന്തെങ്കിലും ഒരിത് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിന്നെ ഉറപ്പായിട്ടും ഞങ്ങൾ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, സാറിന് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ സാറ് ചെയ്തോ. ആ കാര്യത്തിലൊന്നും എനിക്കൊരു പേടിയില്ല. തെറ്റ് ചെയ്യാത്തോളത്തോളം കാലം ഞാൻ നല്ല ചങ്കുറപ്പോട് തന്നെ നിൽക്കി സാറേ എന്ന് പറഞ്ഞു. അത്രയ്ക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അലീന കൃഷ്ണമോളുടെ കയ്യിലേക്ക് പിടിക്കുകയാണ്. കൃഷ്ണമോൾക്ക് സങ്കടം എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു. അലീനെ കെട്ടിപ്പിടിച്ചിട്ട് ഒറ്റ കരച്ചിലായിരുന്നു. അങ്ങനെ SICയൊക്കെ ഈ കാഴ്ച കണ്ടു. പിന്നീട് അവരൊന്ന് നോക്കിയിട്ട് അവരങ്ങോട്ടേക്ക് പോവുകയാണ്. പിന്നീട് അലീനയും കൊണ്ട് കൃഷ്ണമോൾ അകത്തേക്ക് കയറി വന്നപ്പോൾ അലീന ചോദിച്ചു, അല്ല ഭവിത എന്തിയെന്ന് ചോദിച്ചു. ഭവിതേച്ചി അകത്ത് മുറിയിലുണ്ടെന്ന് പറയണം. അല്ലേലും ഭവിതേച്ചി ഉണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല. അലീന ചേച്ചി ഉള്ളതും ഇല്ലാത്തതെല്ലാം കണക്കായിരുന്നു. ചേച്ചി മുറിയിലിരുന്ന് കാമുകനുമായിട്ട് ചൊല്ലിക്കൊണ്ടിരിക്കുക. എനിക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു. പിന്നീട് അലീന ചോദിച്ചു, അല്ല മോൾക്ക് പ്രശ്നമൊന്നും ഇല്ലല്ലേ, ആൾക്കാരാരെങ്കിലും വന്ന് പ്രശ്നം ഉണ്ടാക്കിയോ? കുറച്ചു മുമ്പ് കുറേ ആൾക്കാർ വന്ന് ഇവിടെ വെല്ലുവിളികളൊക്കെ നടത്തിയായിരുന്നു. പക്ഷേങ്കിൽ ആ സമയത്ത് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു ചേച്ചി. സാരമില്ല, പേടിക്കണ്ട, ഞാൻ ഇങ്ങോട്ട് വന്നില്ലേന്ന് പറഞ്ഞു. അല്ല ചേച്ചി അവർ ഉപദ്രവിക്കാൻ മറ്റോ ചെയ്തോന്ന് ചോദിച്ചു. ഉപദ്രവിച്ചൊന്നുമില്ല. പിന്നെ എന്തിനാ ചേച്ചി പിടിപ്പിച്ചുകൊണ്ട് പോയത്? പിന്നെ എന്താ അവർ ചോദിച്ചേ? ഇവിടെ വെച്ച് ചോദിക്കാതെ എന്തിനാ ചേച്ചിനെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയത്? കൃഷ്ണമോൾക്ക് 100 സംശയങ്ങളായിരുന്നു. അലീന പറഞ്ഞു, അവിടേക്ക് എന്നെ അവർ കൊണ്ടുപോയത് പല ചോദ്യങ്ങളും ചോദിക്കാനായിരുന്നു. എന്നെയും കൂടെ കുറ്റക്കാരിയാക്കാനായിട്ട് അവർ ശ്രമിച്ചു. ഞാൻ പരാതി എഴുതി കൊടുക്കണം പോലും.
പരാതിയോ? എന്തു പരാതി? അത് പിന്നെ രോഹിത്തും ഹരിശങ്കറും ചേർന്നിട്ട് എന്നെ ബലാത്കാരം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് മയക്കുമരുന്ന് തന്നിട്ട് അങ്ങനെ ഒരു പരാതി തരുവാണെങ്കിൽ മാത്രമേ എന്നെ വിടത്തുള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ടോ ചേച്ചി എഴുതി കൊടുത്തോ? എനിക്ക് അങ്ങനെ എഴുതി കൊടുക്കാൻ പറ്റുമോ? ഞാൻ അവരോട് പണ്ടേ ക്ഷമിച്ചല്ലേ. പിന്നെ അതിൻ്റെ പേരിൽ കുറേ ചോദ്യങ്ങളായി. ഒടുവിൽ എന്നോട് പറഞ്ഞു നിന്നെ കേസിലും കൂടെ പെടുത്തുമെന്ന് പറഞ്ഞു. നിന്നെ പ്രതിപ്പെട്ടി ചേർക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് എന്താവാനായിട്ടാ? ഞാൻ എന്താണല്ലോ അതിന് സമ്മതിച്ചില്ല. എന്തൊക്കെ ചെയ്യുന്നു പറഞ്ഞാലും ഞാൻ പരാതി കൊടുക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ കുറേ ചോദ്യങ്ങളായിരുന്നു. ഏതാ എങ്ങനെയാ? അവർക്ക് എന്നെ പീഡിപ്പിക്കേണ്ടതായിരുന്നു കുറച്ചുകൂടി ഇഷ്ടം തോന്നി. അങ്ങനെയാണെങ്കിൽ അവർക്ക് രസിക്കാലോ. കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അവർ നന്നായിട്ട് രസിച്ചു എന്ന് പറഞ്ഞു. കൃഷ്ണമോൾക്ക് മനസ്സിലായി അലീന അനുഭവപ്പെട്ട പീഡനം എന്താന്ന്. ശാരീരികമായിട്ട് പീഡനം അവരേൽപ്പിച്ചിട്ടില്ലെന്നുള്ളൂ. പക്ഷെ മാനസികമായിട്ട് നല്ല രീതിയിൽ തന്നെ പീഡിപ്പിച്ചിട്ടുണ്ട്. അലീനയുടെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും ശരിക്കും പറഞ്ഞ് തകർന്നു പോയനും ഒരുപക്ഷെ പരാതി എഴുതി കൊടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നനും. അലീന ആയതുകൊണ്ട് അലീനയ്ക്ക് മനക്കരുത്തുള്ളതുകൊണ്ട് മാത്രം തീയിൽ കൊടുത്തത് വെയിലത്ത് പാടില്ല എന്ന് പറഞ്ഞ പോലെ അലീനയ്ക്ക് ആ ഓർഫനേജിൽ നിന്ന് കിട്ടിയ ആ ധൈര്യവും കാര്യങ്ങളൊക്കെയാ. ബ്രജിത്താമ്മയും മമ്മി അങ്ങനെയാണ് അലീനയെ വളർത്തിയത്. അതുകൊണ്ട് മാത്രം അലീന പിടിച്ചു നിന്നേ. അല്ലായിരുന്നെങ്കിൽ ഒരു കാരണവശാലും അലീനയ്ക്ക് അങ്ങനെ പിടിച്ചു വയ്ക്കാൻ പറ്റില്ലായിരുന്നു. തെറ്റ് ചെയ്യാത്തിടത്തോളം കാലം പേടിക്കണ്ട എന്നൊരു ചിന്താഗതിയായിരുന്നു അലീനയ്ക്ക്. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ കൃഷ്ണമോള് പറഞ്ഞു ചേച്ചിക്കല്ല ഏറ്റവും കൂടുതൽ അവർ തെറ്റ് ചെയ്തിട്ട് ശിക്ഷ അനുഭവിച്ച ചേച്ചിയല്ലേ. അല്ല രോഹിത് തന്നെ കണ്ടോ? സംസാരിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. അത് കേട്ടപ്പം അലീന പറഞ്ഞു കുറച്ച് സമയം എന്നെ ആ ബെഞ്ചിൽ അവിടെ ഇരുത്തിയായിരുന്നു. ലോക്കപ്പിൻ്റെ മുന്നിലായിരുന്നു ആ ബെഞ്ച്. ഞാൻ കണ്ടു ഹരിശങ്കറേയും രോഹിത്തിനെ കണ്ടു. പക്ഷേങ്കിൽ സംസാരിക്കാനൊന്നും പറ്റിയില്ല മോളെ. രോഹിത്തിൻ്റെ മുഖം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കെന്തോ ഒരു വയ്യായ്ക തോന്നി. രോഹിത്ത് അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം തോന്നുന്നുണ്ട്. അതെന്താ വെച്ചാൽ അങ്ങനെ അവൻ്റെ മുഖഭാവം അങ്ങനെയാ എന്നൊക്കെ പറഞ്ഞു. കാരണം അലീനയുടെ മനസ്സിൽ രോഹിത്തിൻ്റെ മുഖം ഉണ്ടായിരുന്നു. അവൻ്റെ മുഖത്തൊരു സങ്കടമാണോ എന്താണെന്നറിയത്തില്ല, ഒരു നിർവികാരതയായിരുന്നു. ചെയ്യാത്ത തെറ്റിന് ശിക്ഷ അനുഭവിക്കുന്നതിൻ്റെയാണോ? പക്ഷെ ഹരിശങ്കറിന് ആ ഒരു കുലുക്കവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഹരിശങ്കർ തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അവന് ശിക്ഷ കിട്ടിയാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലായിരുന്നു. ആ സമയം DYSP മീരയെ വിളിച്ചിട്ട് പറഞ്ഞു മോളെ ആ പെങ്കൊച്ചിനെ വിട്ടിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം അവരോടൊന്ന് വിളിച്ച് പറഞ്ഞേക്കാൻ പറഞ്ഞു. ഒത്തിരി നന്ദിയുണ്ട് അച്ഛാ. കാരണം മീരയ്ക്ക് സന്തോഷമായി. ഒരു കാര്യമായിട്ട് അവർ വന്നിട്ട് ഗ്രഹസമാൻ്റെ വന്നിട്ട് പിന്നെ നടത്തി കൊടുക്കാതിരുന്ന അവർക്കും ബുദ്ധിമുട്ടാവുമല്ലോ. അങ്ങനെ ജോബിച്ചനോട് പോയി കാര്യം പറയണം. ജോബിച്ചൻ പറഞ്ഞു ഇപ്പോഴാണ് ഒരു സമാധാനമായെന്ന് പറഞ്ഞു. പിന്നീട് ഗ്രഹസമയം മാമച്ചനെ വിളിക്കുകയാണ്, കാര്യങ്ങളൊക്കെ പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഗ്രഹസം പറഞ്ഞു ഒത്തിരി നന്ദിയുണ്ട്. എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. ഒരു പക്ഷേങ്കിൽ ഇപ്പം DYSP സാറ് ഇടപെട്ടില്ലായിരുന്നെങ്കിൽ അലീനയും വിടത്തില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞു. ആ സമയത്ത് കൃഷ്ണമോള് അലീനോട് പറഞ്ഞു അതെ രേവതി ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു, ഒരു കാര്യം ചെയ്യാം ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ രേവതിക്കുട്ടി അലീനെ വിളിക്കണം. അപ്പോഴാണ് രേവതിക്കുട്ടിക്ക് ഒരു സമാധാനമായത്. രേവതിക്കുട്ടി ചോദിച്ചു ചേച്ചി അവരെ ഉപദ്രവിക്കാൻ മറ്റേ ചെയ്തെന്ന് ചോദിച്ചു. ഇല്ലാന്ന് പറയണ. അതെ ഞാനും ഗ്രേസമ്മാൻ്റെയും മാമച്ചനങ്ങളും കൂടെ ഗ്രേസമ്മാൻ്റെയുടെ അമ്മാച്ചൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടുത്തെ മോൻ്റെ ഭാര്യയുടെ അച്ഛനാണ് ഈ DYSP എന്ന് പറഞ്ഞു. അപ്പോഴാണ് അലീനയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നത്. അതുകൊണ്ടാണ് തന്നെ പെട്ടെന്ന് തന്നെ വിട്ടതെന്ന് മനസ്സിലായി. ഞങ്ങൾ അവിടെ പോയി റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓഹോ അപ്പം അതാണ് CI SI ഒക്കെ ആ സാറിൻ്റെ മുന്നിൽ നിന്നത്. ഇപ്പോഴല്ലേ കാര്യങ്ങൾ മനസ്സിലാകുന്നേ. എന്തായാലും രേവതിക്കുട്ടി കാരണമാണ് തനിക്കിപ്പോൾ രക്ഷപ്പെടാൻ പറ്റിയെന്നുള്ള കാര്യം അലീന തിരിച്ചറിയുകയാണ്. അലീനയ്ക്ക് ഒത്തിരി സന്തോഷം തോന്നി. കാരണം ഇങ്ങനെ ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞപ്പോൾ തന്നോടൊപ്പം ആരെങ്കിലും ഉണ്ടല്ലോ എന്നൊരു ചിന്ത. പിന്നീട് അലീന പറഞ്ഞു ഞാൻ പിന്നെ വിളിക്കാമെന്നും പറഞ്ഞ് വെച്ചു. ബാലേന്ദ്രനെ വിളിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഫോണില്ലല്ലോ അടുത്ത്. അപ്പോഴാണ് കൃഷ്ണമോൾ ആ കാര്യം പറയുന്നത്. അതെ സുലോചന ആൻറ്റി ഇന്ന് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. സുലോചന ആൻറ്റിയുടെ ഫോണിൽ നിന്നാണ് അച്ഛനും തന്നെ വിളിച്ചിരുന്നു. ഒരു പക്ഷേ ആൻറ്റിനെ വിളിക്കുവാണെങ്കിൽ അറിയാമായിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അലീന ഒടുവിൽ സുലോചനയെ വിളിക്കുകയാണ്. രേവതിക്കുട്ടിയില്ല അലീന എത്തിയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം സുലോചനയ്ക്ക് സന്തോഷമായി. അങ്ങനെ ബാലേന്ദ്രന് കൊണ്ട് ഫോൺ കൊടുക്കുവാണ്. അച്ഛന്ന് അലീനെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രന് ഭയങ്കര സന്തോഷമായി. മോളെ നിന്നെ അവർ വിട്ടോന്നൊക്കെ ചോദിച്ചു. എനിക്കൊരു പ്രശ്നമില്ല അച്ഛാ, ഞാൻ വീട്ടിലെത്തിയെന്ന് പറയണം. അല്ല മോളെ നിന്നെ അവർ ഉപദ്രവിക്കുകയോ മറ്റോ ചെയ്തോ? ഇത്ര മണിക്കൂറുകളായിട്ട് നിന്നെ എന്തിനാ അവർ ചോദ്യം ചെയ്തുകൊണ്ടിരുന്നേ? എന്തായതെന്നൊക്കെ ചോദിക്കുക. അച്ഛൻ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു കംപ്ലൈൻറ്റ് എഴുതി കൊടുക്കാൻ പറഞ്ഞു, ഞാൻ കൊടുത്തില്ല. പിന്നെ എനിക്ക് പ്രശ്നമുണ്ടോ ഒന്നും ഉണ്ടായില്ല. DYSP സാറ് വന്ന് എന്നെ വീട്ടിൽ കൊണ്ടുപോയി വിടാൻ പറഞ്ഞു. കൂടുതൽ വിശദമായിട്ടൊന്നും പറഞ്ഞില്ല. ആ മനസ്സിനെ കൂടുതൽ വേദനിപ്പിക്കേണ്ടെന്ന് കരുതിയിട്ടാണ് അലീനയൊന്നും പറയാതിരുന്നേ. എന്താണെങ്കിലും അലീന വീട്ടിലെത്തിയെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ബാലേന്ദ്രന് ശരിക്കും ശ്വാസം വീണത്. ഇനിയിപ്പോൾ പേടിക്കണ്ട, ധൈര്യമായി. പാവം
എന്തിൻ്റെ പേരിലായാലും മണിക്കൂറുകളോളം, കാരണം 12 മണിക്ക് പോലീസ് ചോദ്യം ചെയ്യാനായിരുന്നു പറഞ്ഞ് കൊണ്ടുപോയിട്ട് 8-9 മണിക്കൂറായിട്ടും അലീനയെ വിട്ടിട്ടുണ്ടായിരുന്നില്ല. അത്ര സമയം അവിടെ പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. കഴിക്കുകയും കുടിക്കുകയും ഒന്നും ചെയ്യാതെയായിരുന്നു. അലീനയ്ക്കൊന്നും പ്രശ്നമില്ലായിരുന്നു. കഴിച്ചില്ലേലും കുടിച്ചില്ലേലും അവൾ പിടിച്ചു നിൽക്കും. പക്ഷേങ്കിൽ അവരുടെ ചോദ്യത്തിന് മുന്നിൽ മാത്രമാണ് അലീന പതറിപ്പോയത്. സാധാരണ ചോദ്യമാണെങ്കിൽ കുഴപ്പമില്ല, വൃത്തികെട്ട ചോദ്യത്തിന് മുന്നിലാണ് അലീന ശരിക്കും പതറിപ്പോയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അലീന വന്നു കഴിഞ്ഞപ്പോഴാണ് കൃഷ്ണമോൾക്ക് സന്തോഷമായത്. അങ്ങനെ അന്നത്തെ ഒരു ദിവസം അങ്ങോട്ട് കഴിഞ്ഞു പോവാം. പക്ഷേ അതിനേക്കാളും വലിയ പ്രതിസന്ധി വരാൻ പോകുന്നുണ്ടായിരുന്നുള്ളൂ. കാരണം ന്യൂസ് ചാനലുകാരും പത്രക്കാരും ഒക്കെ ഇത് കൊട്ടിഘോഷിക്കണം. കാരണം വല്ലാത്തൊരു കോളിലൊക്കെ സൃഷ്ടിക്കുന്ന കേസാ. +2 പഠിക്കുന്ന പെൺകുട്ടിയാ, പ്രായപൂർത്തി പോലും ആയിട്ടില്ല. അതിനെയാണ് 3-4 പേര് കൂടി പീഡിപ്പിച്ചിരിക്കുന്നത്. വലിയ വാർത്തയാകുമല്ലോ. അങ്ങനെ പിറ്റേന്ന് പത്രത്തിൽ വലിയ വാർത്തയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ഇനി അങ്ങനെ വാർത്തയൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃഷ്ണയുടെയും ബബിതയുടെയും ഒക്കെ ജീവിതം എന്തായി തരും. ബബിതയുടെ പിന്നെ നേരത്തെ തീർന്നാ. അവൾക്ക് പിന്നെ കാമുകനുണ്ട്. അവൾ കാമുകൻ്റെ കൂടെ പോകാനിരിക്കുന്ന. പക്ഷേ കൃഷ്ണമോൾ അങ്ങനെയല്ല, അവൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ്. അപ്പോൾ അവൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ? അത് മാത്രമല്ല ബാലേന്ദ്രന് കടയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ പിന്നെ ആൾക്കാരൊക്കെ ആ രീതിയിലല്ലേ കാണത്തുള്ളൂ. അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിനി കാണാൻ പോകുന്നത്. എന്താണെങ്കിലും അലീന അങ്ങനെ രക്ഷപ്പെട്ടു വന്നു. ഇനിയിപ്പോൾ അലീന വെറുതെ ഇരിക്കില്ല. അലീന എന്താണെങ്കിലും രോഹിത് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രോഹിത്തിനെ രക്ഷിക്കാൻ തന്നെ ശ്രമിക്കുക തന്നെ ചെയ്യും. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നോട് നിർത്തുന്നു. നന്ദി.